അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. കുറച്ച് നേരം എണീച്ചിട്ട് കാപ്പിയെല്ലാം കുടിച്ചു, 2 മുട്ട അവിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ കറികളൊക്കെ തീർന്നിരിക്കുവാണ്. കറികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നൊരു കറി വെച്ചാലോ? നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാം. പ്രവാസികളുടെ ഒരു പ്രത്യേക ഉരുളക്കിഴങ്ങ് കറി. ഓക്കെ, മസാലയൊക്കെ ഇട്ട് പിടിപ്പിക്കാം. തുടങ്ങിയാലോ? അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിനി പരിപാടി തുടങ്ങിയാലോ? നമ്മളെപ്പോഴത്തേം പോലെ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു. നമ്മൾ അതിനുശേഷം നമ്മൾ വശക്കി വെച്ചിരുന്ന നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചതിനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുക. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുക. ജസ്റ്റ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം ജസ്റ്റ് വന്നിട്ട് നല്ലോണമായിട്ട് വശക്കണം. നല്ലോണമായിട്ട് സെറ്റാക്കി എടുക്കണം. നമ്മളെ ഉള്ളി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ കുറച്ച് പെട്ടെന്ന് ഇത് സെറ്റായി വരും. പ്രവാസി ഉരുളക്കിഴങ്ങ് എങ്ങനെയാണെന്നുള്ളത് ആവശ്യമുള്ളവർ കണ്ട് പഠിക്കുക, സെറ്റാക്കുക. ഓക്കെ, ഞാനിതേപോലെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ കറി വെച്ച് തുടങ്ങിയത്. ഇത് വലിയ പോയിട്ടില്ല പറയാനായിട്ട്. ഇതൊക്കെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ വഴി ചോദിച്ചറിഞ്ഞു വെക്കുന്നതാണ്. ഇതേപോലെ സെറ്റാക്കി മതി, നോ പ്രോബ്ലം. ഓക്കെ, തക്കാളി ഇട്ട് ഉള്ളിയൊക്കെ ഒരു അരമണിക്കൂർ നിന്ന് വശക്കിയതിന് ശേഷം നല്ലോണം തക്കാളി ഇട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. തക്കാളി ഇനി വശക്കമുണ്ട്. തക്കാളിയുടെ ഈ തൊലി ഇളവി വരണമെന്നില്ല, ഇളവി വരുമെന്ന് തോന്നും വരെ നമ്മൾ ഇങ്ങനെ കറക്കി വശക്കി ഇങ്ങനെ വയ്ക്കണം കേട്ടോ. എങ്ങനെ നമ്മൾ ആദ്യത്തെ ഈ കൂട്ട് എങ്ങനെയാണോ സെറ്റ് ആവുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ അവസാനത്തെ ടേസ്റ്റ് വരുന്നത്. നിൽക്കാൻ വയ്യ ഗൈസ്, അടുക്കളയിൽ നിൽക്കാൻ വയ്യ. ഭയങ്കര ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് ചൂട് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മസാല. ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്നതാണ്. പ്രവാസി ഉരുളക്കിഴങ്ങ് കറിക്ക് ഇത്രയും കൂട്ടാണ് ഇതിൽ വേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടൊമാറ്റോയും എല്ലാം വേണ്ട അത്യാവശ്യം നല്ല ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഫുൾ സെറ്റായി നിൽക്കുന്നുണ്ട്. ഓക്കെ, പായസം പോലെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കൂട്ടം നമുക്ക് ആദ്യം കിട്ടണം. ഈ ഒരു ലെവലിൽ കിട്ടണം, എങ്കിലേ നമുക്ക് ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണട്ടെ എന്ന് വിചാരിച്ച ഇപ്രാവശ്യം കാണിക്കുന്നത്. ഓക്കെ, ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കൂട്ടിലേക്ക് വേണ്ട എല്ലാ കൂട്ടുകൂടെ ചേർത്ത് വെച്ചതിലേക്ക് നമ്മൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ട്. ജസ്റ്റ് ഒന്ന് പിടിക്കണം, ഈ കൂട്ടെല്ലാം പിടിക്കണം. എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവും. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ജസ്റ്റ് ഈ ഉരുളക്കിഴങ്ങെല്ലാം കിടന്നൊന്ന് വേവണം. നല്ലോണം വേവണം എന്ന് വെച്ചാൽ നല്ലോണം വെന്ത് സെറ്റാവണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-30 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പ്രവാസി ഉരുളക്കിഴങ്ങ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു 3 ദിവസം ഓട്ടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു കറി സെറ്റാക്കി വെച്ചാൽ 3 ദിവസം നമുക്ക് ഓട്ടിക്കാൻ പറ്റും. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടാണ്. അവിടെ ജസ്റ്റ് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രവാസി ഉരുളക്കിഴങ്ങ് കറി. ഓക്കെ, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇവിടെ കാണാം. ഇനി അടുത്ത ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ. ഓക്കെ, എന്നിട്ട് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ ഫുഡാണ് ചോറ്, നല്ല ചൂര മീൻ, കുട്ടിച്ചൂരയാണ് പൊരിച്ചത്, പിന്നെ എൻ്റെ സ്പെഷ്യൽ സാധനം നല്ല ഉരുളക്കിഴങ്ങ് കറി. അറിയുക, അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാലോ? ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ? എങ്ങനെയുണ്ടോ നോക്കണ്ടേ? എൻ്റെ കറിയും പൊരിച്ച മീൻ, ഞാൻ കറി എടുത്തില്ല, പൊരിച്ച മീനും നല്ല പ്രവാസി ഉരുളക്കിഴങ്ങ് കറി. ഓക്കെ, കഴിച്ചു നോക്കിയാലോ? നല്ല ചൂടാ. മീൻ ഫ്രൈ കൂടെ എടുത്ത് പൊട്ടിച്ച് ചോറിൻ്റെ ഇടയിൽ വെച്ച് കുറച്ച് കറി കൂടി എടുത്തിട്ട് കൊള്ളാം. അടിപൊളി. നിങ്ങൾ അപ്പോൾ ഇത് വെച്ച്
ശീലിക്കുക. ഏറ്റവും ബെറ്റർ പ്രവാസികൾ ഏറ്റവും പൊളി സാധനമാണ് കേട്ടോ. പ്രവാസികൾക്ക് പറ്റിയ ഏറ്റവും പൊളി സാധനമാണ് ഇത്. ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുക ഇതേപോലെ. എന്നിട്ട് ഉച്ചയ്ക്ക് ഇതേപോലെ ഒരു മീനൊക്കെ പൊരിച്ചിട്ടായാലും മുട്ട ആയാലും കുഴപ്പമില്ല, മുട്ട പൊരിച്ചിട്ടായാലും കഴിക്കാം. ഇതിനോട് ഇങ്ങനെ ഇട്ട് കുഴച്ച് കൊള്ളാം, അടിപൊളി, സെറ്റാകും. രാത്രിയിലത്തേക്കുള്ള ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഗോതമ്പ് ദോശയും നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറി വെച്ചൊരു പിടി പിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നല്ല ചൂട് ഗോതമ്പ് ദോശയും ഇന്നുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറി കൂടെ കൂട്ടി ഞാൻ ഒരു പിടി പിടിച്ചു. കഴിച്ചു. ഇനി അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെയാണ്. ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.